അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് ഈ വണ്ടി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ തട്ടിക്കൂട്ട് പരിപാടികൾ ആൾക്കാർ അതൊന്നും ഇതിൽ നടപടിയാവില്ല. ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ച മുമ്പ് ഒരു ഫുഡ് ട്രക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊരു ഫുഡ് ട്രക്ക് എടുത്തു. നമ്മൾ ഫുഡ് ട്രക്കിൻ്റെ അകത്ത് നമ്മൾ ബർണർ, കിച്ചൺ സെറ്റ് അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് അവിടെ ഒരു ലൈസിങ്, ഇപ്പം നമുക്ക് ഗ്യാസിൻ്റെ സർട്ടിഫിക്കേഷൻ വേണം. അതൊക്കെ എങ്ങനെയാണ് ഇവിടെ ചെയ്യണത്? നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിതെല്ലാം ആ പറയുന്ന ഇത് വെച്ചാൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രിക്കലായാലും ആ സർട്ടിഫൈഡ് ആളെ കൊണ്ട് കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് ആണെങ്കിലും അവരെ വിളിച്ച് ആ സെഗ്മെൻ്റ് എല്ലാം നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടാണ് ഈ വണ്ടി കൊടുക്കുന്നത്. 1 വർഷമാണ് ഇതിനെല്ലാം. അതായത് ഗ്യാസ് ആണ് മെയിനായിട്ടുള്ള, അതിന് 1 വർഷമാണ് സർട്ടിഫിക്കേഷൻ. ദെൻ വി ക്യാൻ റിന്യൂ ദാറ്റ്. എത്രയാണോ നമ്മൾ വെച്ചിരിക്കുന്ന, എക്സാമ്പിൾ ബർണറും വെച്ചിട്ടുണ്ട്, ഗ്രിഡിലും വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും 2 കൈൻഡ് ഓഫ് എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ രണ്ടിനെ സർട്ടിഫൈ ചെയ്യും. ആ പൈപ്പ് ലൈൻ എല്ലാം പ്രോപ്പറായിട്ട് അവർ പറയുന്ന സ്റ്റാൻഡേർഡിലാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ വണ്ടിക്ക് എംഒടി എടുക്കണമെങ്കിൽ അതെ അതെ, എനിക്ക് തോന്നുന്നു എമൗണ്ടിനേക്കാളും കുറച്ചുകൂടെ അവർ ക്ലിയർ ആയിട്ട്, കാരണം ഇത് ഒരു എന്താ പറയുക, ഡേഞ്ചർ ഏരിയ ആണത്. കാരണം എവിടെയും ലീക്ക് ആവാൻ പാടില്ല. ഇൻ കേസ് നമുക്ക് ഇവർക്ക് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് ലീക്ക് ആവുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു എമർജൻസി ആയിട്ടുള്ള കുറച്ച് ഫസ്റ്റ് എയ്ഡുകൾ അത് നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഫസ്റ്റ് എയ്ഡുകൾ നമ്മൾ ഓൾറെഡി ആ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അല്ലെ ചുമ്മാ നമ്മൾ വണ്ടി കൊടുക്കുകയല്ല, നമ്മൾ ഫുഡിൻ്റെ കോഴ്സ് നമ്മൾ ചെയ്യുമല്ലോ. അതുപോലെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ചെറിയൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ളിൽ ട്രക്കിൽ നിൽക്കുന്നവരെ സേഫ്റ്റി. പിന്നെ ഈ സേഫ്റ്റിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ ഒരു സേഫ്റ്റി കൂടെ എടുത്ത് വയ്ക്കുന്നത്, ഒരു ഇൻഷുറൻസ് എന്നുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിനായിക്കോട്ടെ, എംപ്ലോയീസിനായിക്കോട്ടെ, പ്രോഡക്റ്റിന് ആയിക്കോട്ടെ, അതെല്ലാം അത് മാൻഡേറ്ററി ആണ്. നമ്മളൊരു ഫുഡ് ട്രക്കോ അല്ലെങ്കിൽ ഒരു ഫുഡ് ബിസിനസ്സോ റൺ ചെയ്യുമ്പോൾ ഇത് മാൻഡേറ്ററി ആണ്, ഇതെല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ഈ ഒരു ലൈസൻസിന് പകരം നമുക്ക് കൗൺസിലിംഗ്, ഇപ്പൊ നമ്മൾ സിറ്റി സെന്റർ, ഇപ്പൊ ഞാൻ നോക്കുമ്പോഴാണെങ്കിലും കൗൺസിലിന്റെ ആളുകൾ ഇടവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഞാനിപ്പോ കണ്ടു. അപ്പം അവർക്കുടെ ഒരു സമീപനം നമ്മളോട് എങ്ങനെയാണത്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ ഇനീഷ്യലി പല ആൾക്കാരും വരും, ചെയ്യും, കുറച്ച് തുടങ്ങും, പോവും. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു ആദ്യം ഇവിടെ. പക്ഷേ നമ്മൾ വന്ന് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് ആളുകളുടെ, എല്ലാവരും മനുഷ്യന്മാരാണല്ലോ, എത്രമാത്രം നമ്മൾ സ്നേഹത്തോടെയും അവരെ റെസ്പെക്റ്റോടുകൂടിയും ഈ നാട്ടിൽ നമ്മൾ ചെയ്യുന്നു, അത്രമാത്രം അവരും നമ്മുടെ അടുത്ത് ഇതാണ്. കുറച്ചുകൂടെ അവർ നമ്മളിലേക്ക് അടുക്കും. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ദേ വിൽ ടേക്ക് കെയർ ഓഫ് യു എന്നുള്ളൊരു പാർട്ടാണ് മാർക്കറ്റ് പ്ലേസിനകത്ത്. കാരണം അവരിവിടുത്തെ സെക്യൂരിറ്റീസാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ വി ക്യാൻ ഇൻഫോം ദം, ദേ വിൽ ടേക്ക് കെയർ ഓഫ്. ഇൻ കേസ് ഇപ്പോൾ ഒരു പോലീസ് ഇടപെടൽ വരെ വരും, അല്ലെങ്കിൽ ഇൻ കേസ് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആംബുലൻസ് അവർ കോൾ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് സർവീസുകൾ ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ കൗൺസിലിൻ്റെ അണ്ടറിലായതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ വാട്ടർ, ഇലക്ട്രിക്കൽ എല്ലാം അവരുടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇതെല്ലാം കൗൺസിലിൻ്റെ അണ്ടറിൽ എടുക്കുന്നതിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആണ്, നമ്മുടെ ഒരു ഫീസിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇപ്പം റെസ്റ്റോറൻറ്റ് എടുക്കുവാണെങ്കിൽ അതിനൊരു ഓണർ ഉണ്ടാവും, മാസം റെന്റ് കൊടുക്കണം. നമ്മൾ ഒരു കൗൺസിലിൻ്റെ അണ്ടറിൽ അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്ലേസിൽ എടുക്കുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒരു പ്രൈവറ്റ് ആൾ, അപ്പോൾ അവിടെ നിങ്ങൾ വേണം. ഗ്യാസ് ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. എങ്ങനെയാണോ നമ്മളൊരു സാധാരണ ഹൗസ് ഹോൾഡ് നമ്മൾ മാനേജ് ചെയ്യുന്നത് ആ തരത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ റെന്റ് ഏകദേശം ഒരു ദിവസം പെർ ഡേ എത്രയാണ്, ഒരു മാസത്തേക്ക് എത്രയാണ്? മീൻസ് അതിലൊരു വിഷയം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ സീറ്റിംഗ് കപ്പാസിറ്റി, ലൊക്കേഷൻ, പിന്നെ അതിൻ്റെ മുൻപുണ്ടായിരുന്ന ആളുകളുടെ ആ ഒരു സക്സസ് റേറ്റ്, ഇതെല്ലാം മാറ്ററാണ് ആ ഒരു പ്രോപ്പർട്ടിക്ക്. അതായത് എക്സാമ്പിൾ, നമ്മൾ സിറ്റിയുടെ നടുവിൽ ഒരു പ്രൈം ലൊക്കേഷനിൽ ഒരു റെൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹ്യൂജ്. 8,000 10,000 ഇതൊക്കെ വരും. ഇൻ കേസ് നമ്മൾ ഇവിടെ നിന്ന് ഒരു 5 മൈൽ മാറിയിട്ട് പോവുകയാണെങ്കിൽ ഒരു 1,500 2,000 3,000 ആ ഒരു റേഞ്ചിലേക്ക് ഉണ്ട്. ബട്ട് സീറ്റിംഗ് കപ്പാസിറ്റി മാറ്ററാണ്. ചിലവിടെ 15 സീറ്റിംഗ് ഉണ്ടാവുള്ളൂ, ചിലർ 20 ഉണ്ടാവും, ചിലർ 30 ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവർ ഡിമാൻഡ് ചെയ്യും. അല്ലാതെ നമുക്ക് അവിടെ ഒരു ഡിമാൻഡിങ് പവർ ഇല്ല. പക്ഷേ ഇതൊരു മാർക്കറ്റിനകത്ത് വരുമ്പോൾ സ്ട്രിക്റ്റ് പോളിസി. അതായത് ഇവർ മാർക്കറ്റ് ബിൽഡ് ചെയ്ത സമയത്ത് തന്നെ ഇവരുടെ മാനേജ്മെൻറ്റും ടീമും അതായത് ഒരു ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, അത് ഇത്ര സ്ക്വയർ ഫീറ്റ്, ആ സ്ക്വയർ ഫീറ്റുള്ള വണ്ടിക്ക് ഇത്ര എമൗണ്ട്, ഇന്നൊക്കെ പ്രൊവൈഡ് ചെയ്യും, എത്ര ടേബിൾസ് എക്സ്ട്രാ, എത്ര ചെയേഴ്സ് എക്സ്ട്രാ, everything is written it and in agreement. ഇപ്പൊ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, നോ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ ഈ ഫുഡ് ക്രാഫ്റ്റ് നമ്മുടെ പുറകിലുണ്ട്. നമ്മളിപ്പോ ഇവിടെ എനിക്ക് തോന്നുന്നു 4 16 ടേബിൾസ് ഇട്ടിട്ടുണ്ട്. ഇത് എക്സ്ട്രാ പേയ്മെന്റ് ആണോ? ഒരേ ചെയറിന് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തേക്കാണോ? അങ്ങനെയല്ല, നമ്മളുടെ എഗ്രിമെന്റ് പ്രകാരമുള്ളതിൽ
പറയാനൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഓപ്പണാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നതും ഇപ്പോൾ കൗൺസിലോട് നിങ്ങളൊരു ഇത് നിങ്ങളായിട്ട് വന്ന് ചോദിക്കുന്നതും എല്ലാം ഒന്ന് തന്നെ അവർ പറഞ്ഞുതരും. അതായത് ഫുഡ് ട്രക്കിന് നമുക്കൊരു ഡയമെൻഷൻ ഉണ്ട്. ഈ ഡയമെൻഷൻ അവർ സ്ക്വയർ ഫീറ്റിൽ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പറയും ഓക്കെ, അവർ ലെങ്ത്തും വിഡ്ത്തും നമ്മുടെ വന്ന് അളക്കും. എന്നിട്ട് പറയും ഇത്രയാണ് നിങ്ങളുടെ ഫുഡ് ട്രക്കിൻ്റെ ഏരിയ, എത്ര ടേബിൾസും ചെയേഴ്സും വേണം ചോദിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഒരു ടേബിൾ മാക്സിമം 4 20 to 25 സിറ്റിംഗ് കപ്പാസിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിന് എക്സ്ട്രാ 5 വരെ ഉള്ള ടേബിൾസിന് എക്സ്ട്രാ, 5-ന് പ്ലസ് കഴിഞ്ഞാൽ എക്സ്ട്രാ. പിന്നെ നമ്മൾ മ്യൂസിക് സിസ്റ്റം വെക്കുന്നതിന് അതെല്ലാം ഇത് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്. നമ്മൾ ഇവിടെ ഇടുന്നതിന് ഒരു ദിവസം നമ്മൾ എന്ത് പേയ്മെന്റ് കൊടുക്കേണ്ടത്? ഇവിടെ നമുക്ക് 5 days എ വീക്കാണ്. കാരണം മാർക്കറ്റ്, ചില മാർക്കറ്റുകൾ 4 days, ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഈ സൈഡിൽ കാണുന്ന ഈ മാർക്കറ്റ് 4 days എ വീക്കേ ഉള്ളൂ. ഓപ്പൺ മാർക്കറ്റ് 5 days എ വീക്കാണ്. നമ്മൾ ഈ ഓപ്പൺ മാർക്കറ്റിനകത്ത് വരുന്നത് 5 days എ വീക്കാണ്. ഈ 5 days എ വീക്കിൽ നമുക്ക് ഏകദേശം ഒരു 1,100 ആണ് ഇൻക്ലൂഡിങ് നമ്മുടെ പാർക്കിങ്ങും എല്ലാം ഉൾപ്പെടെ വരുന്നത്. ഇത് ഡിപ്പെൻസ് ആയിരിക്കും, അതായത് സ്പേസ് ടു സ്പേസ്, വെഹിക്കിൾ ടു വെഹിക്കിൾ ഡിപ്പെൻസ് ആയിരിക്കും, കൗൺസിൽ ടു കൗൺസിൽ ഡിഫറെൻ്റ് ആയിരിക്കും. നേരത്തെ നമുക്കൊരു വാൻ ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് കളർ, നമ്മൾ തുടങ്ങിയ സമയത്ത് ആ വാനിൻ്റെ റെൻ്റ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിരുന്നു. കാരണം അതിൽ കുറച്ചും കൂടെ സ്ക്വയർ ഫീറ്റ് കൂടുതലായിരുന്നു. അതൊന്ന് പിന്നെ ഇതിലോട്ട് മാറിയപ്പോൾ കുറച്ചുകൂടെ കമ്മിയായതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് വേരീസ് ആയിക്കൊണ്ടിരിക്കും. ശരിക്കും ഇപ്പോൾ ഈ വണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരാൾ വന്നു എന്ന് വിചാരിക്കാം. ഇപ്പം ഒരാൾ വന്നു, ഈ വണ്ടി ഇൻട്രസ്റ്റഡ് ആണ്, അവർക്ക് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം അവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് ഈ വണ്ടി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും? ബേസിക്കലി ഇപ്പോൾ നമുക്ക് എടുക്കുന്ന ഒരു ടൈം ബീങ് എന്ന് പറയുന്നത് 3 to 4 weeks ആണ്. ഈ കസ്റ്റമൈസേഷൻ വരുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും. കാരണം ആ എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തി നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് സർട്ടിഫൈ ചെയ്തെടുക്കാൻ. പിന്നെ നമ്മുടെ എല്ലാത്തിലും തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിൽ നിന്ന് COS കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഈ COS അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഭാഗത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ബിസിനസ് നന്നായി നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ തട്ടിക്കൂട്ട് പരിപാടികൾ ആൾക്കാർ അതൊന്നും ഇതിൽ നടപടിയാവില്ല. ഹോം ഓഫീസ് സ്ട്രിക്ട്ലി മോണിറ്റർ. അതുപോലെ തന്നെ നിങ്ങളിടുന്ന ഇപ്പോൾ ഡയറക്ടർ ആയിക്കോട്ടെ, നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, എവ്രിബഡീസ് മണി ഈസ് മാറ്റേഴ്സ്. നിങ്ങൾ ഇടുന്നു, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കുള്ള റവന്യൂ വരുന്നത്, അതുപോലെ തന്നെ ഈ മണി എവിടെ യൂട്ടിലൈസ് ചെയ്യുന്നു, നിങ്ങളെ പർച്ചേസ് എവിടെ നിന്നാണ്, അതുപോലെ നിങ്ങളെ സെയിൽസ് എത്ര കസ്റ്റമേഴ്സ്, ഡെയിലി നിങ്ങൾക്ക് വരുന്ന കാർഡ് മെഷീൻ്റെ പേയ്മെൻറ്റ്സുകൾ, അതുപോലെ തന്നെ ഫുഡ് ആയതുകൊണ്ട് ഊബർ ഈറ്റ്സ് ഡെലിവറിൻ്റെ പേയ്മെൻറ്റ്സുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക, ഇതെല്ലാം മോണിറ്റേർഡ് ആണ്. കാരണം അക്കൗണ്ട്സ് ആണ് അവർ നോക്കുന്നത്. ബേസിക്കലി ഫുഡിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഫുഡ് സ്റ്റൈലിസ്റ്റോ അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഷെഫ്, ഇതൊക്കെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ഒരു മാനേജറിയൽ പാർട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ നല്ലൊരു ബിസിനസ് ചെയ്യുക, നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുക, അത്യാവശ്യം പോപ്പുലർ ആവുക. അപ്പോൾ നിങ്ങളെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാലും അത്യാവശ്യം ഗൂഗിളിലോ മറ്റുള്ളവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ്സ് റിവ്യൂസ്, ഇതെല്ലാം അവർ നോക്കും. അല്ലാതെ നമ്മളൊരു ബിസിനസ് തുടങ്ങി ചുമ്മാ പൂട്ടിയിട്ട് അതൊന്നും നടക്കില്ല. ഗൂഗിളിൽ അവർ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇവൻ വിസിറ്റ് പോലും ചെയ്യേണ്ട കാര്യമില്ല. ഗൂഗിൾ റിവ്യൂ നോക്കുമ്പോൾ ഓക്കെ എല്ലാം അതിൽ കാണുന്നുണ്ടല്ലോ, ഇത് നമ്മളൊന്നും മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ ഫ്രണ്ട്സിക്കും പറയണ ഒരു കാര്യമുണ്ട്. എടാ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അതിൽ വൺ ഓഫ് ദ പാർട്ട്ണർ ഇവിടെ PR സിറ്റിസണോ ഉള്ള ഒരാളാണെങ്കിൽ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണെന്ന് പറയേണ്ടത്. അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട്? ഇല്ല, അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരാൾ ഇൻവോൾവ് ആയിരിക്കണം എന്നുള്ളത്. ഒന്നിലെ അതൊരു ഡയറക്ടർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയർ ഹോൾഡർ ആവാം. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് പോലും, ഒരു ബ്രിട്ടീഷ് സ്റ്റാഫ് പോലും മാറ്റർ. അത് ഹോം ഓഫീസിൻ്റെ ഡിസ്ക്രിപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് അവരുടെ ഇപ്പോൾ സാലറിഡ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷർ ആണെന്നുണ്ടെങ്കിൽ ആ സാലറി എത്രയാണെന്നുള്ളത് അവർ മാൻഡേറ്ററി ആയിട്ട് ഓരോരോ ടൈം ബീയിങ്ങിലും അവർ പറയും. ബിസിനസ് തുടങ്ങാൻ ഇപ്പം ഞാൻ ഈ ചോദിച്ച പോലെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്സ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടാൻ കുറച്ചുകൂടെ ഇറ്റ്സ് മേക്ക് ഈസിയർ എന്നുള്ള രീതിയിൽ. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ആളുകളെ എപ്പോഴും സ്പോൺസർഷിപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ബിസിനസ്സിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങളുടെ ബിസിനസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം തനിയെ വന്നോളൂ. നമ്മൾ ഫസ്റ്റ് ഈ പേടികളിൽ ഫോക്കസ് ചെയ്യുന്നതോറും നമുക്ക് വീണ്ടും വീണ്ടും പേടി കൂടില്ലേ, അതുപോലെയാണ് ഈ വീട്, നിങ്ങൾ ഈ പറയുന്ന ഈ വീട്. അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, വർക്ക് നന്നായിട്ട്, ബിസിനസ് നന്നായിട്ട് ചെയ്യുക. റീസെൻ്റ്ലി ഞാൻ ഒരു അഡ്വക്കേറ്റ് തന്നെ സോളിസിറ്റർ സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ചാണ്. ഈവൻ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ന ബിസിനസ് ഐഡിയ എല്ലാം വെച്ചിട്ട് ഇന്നോവേറ്റീവ് വിസ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? അത് ഐഡിയ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
വിസ എടുക്കാം. വിസ എടുക്കാം. സ്റ്റുഡൻസ് ഒത്തിരി ആൾക്കാർ അങ്ങനെ മാറുന്ന ആൾക്കാരുണ്ട്. സോ അത് നിങ്ങൾ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളെ ഇന്നോവേറ്റീവ് വിസ, നിങ്ങളുടെ പ്രോജക്റ്റ് ഇതെല്ലാം നിങ്ങൾ അപ്പിയർ ചെയ്ത് അത് ചെയ്തെടുത്തതിന് ശേഷം എന്താവുന്നതാണ് അത് ഓക്കെ, ഈ പ്രോജക്റ്റ് ഓക്കെയാണ്, വയബിളാണ്, ഒരു 3 to 5 ഇയേഴ്സിനുള്ളിൽ ഇത് അവർ പറയുന്ന ഒരു ഇൻകം ആ ഒരു ഇതിലോട്ട് വരും. അങ്ങനെ വിസ കൊടുക്കുന്ന സ്കീമുകളൊക്കെ ഉണ്ട് UK-ൽ. അപ്പോൾ ഇവിടെ വിസ എല്ലാം ഞാൻ നോക്കിയിട്ട് പ്രധാനം നിങ്ങൾക്ക് ചെയ്യാനുള്ള ആ ഒരു 100% നിങ്ങളുടെ ഇൻപുട്ട് ഉണ്ടല്ലോ, അതിനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ സ്പോൺസർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഗൈസ്, ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വന്ന ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റും നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എനിവേ സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. ബൈ.